ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായിട്ട് കുറേ പേര് കയറി. അതിലൊരാളാണ് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റും. ഞാൻ അത്രയേറെ പ്രതീക്ഷ വെച്ച ഒരു വൈൽഡ് കാർഡായിരുന്നു സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി. പക്ഷേ അവിടെ ചെന്നിട്ട് ഇപ്പം കാണിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ്റെ അടുക്ക പോയിട്ട് ജാസ്മിൻ്റെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് വിളിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഈ വിഷയം പുറത്ത് അത്രയും നെഗറ്റീവാണ്. അതായത് വീട്ടുകാർ ഇൻ്റർവ്യൂ കൊടുത്ത വിഷയം അടക്കം, അഫ്സലിൻ്റെ വോയിസ് പുറത്ത് വന്നതടക്കം ഒന്നുപോലും ഒഴിയാതെ എല്ലാ എടുത്തങ്ങ് ജാസ്മിൻ്റെ മുന്നിലേക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഇത് ഗെയിമാണ്, സായിൻ്റെ ഗെയിമാണെന്നൊക്കെ. എനിക്കൊരിക്കലും ഇതൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമുക്കറിയാവുന്ന ഒരാളെ കണ്ടപ്പോൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് അകത്ത് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സായിൽ നിന്ന് പ്രതീക്ഷിച്ച രീതിയിലുള്ളതൊന്നുമല്ല അവിടെ പോയപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ജാസ്മിന് ഇത്രയും കാര്യങ്ങൾ, അഫ്സലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അഫ്സൽ അവിടെ കരഞ്ഞ കാര്യമടക്കം പറഞ്ഞു കൊടുത്തു. ബിഗ് ബോസിൻ്റെ വാണിംഗ് വരെ കിട്ടി. എന്നിട്ട് പോലും ഈ വ്യക്തി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഇപ്പം ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിലോ അങ്ങനെയൊന്നും നമ്മുടെ ജാസ്മിൻ പറഞ്ഞിട്ടില്ല. തോന്നുന്നില്ല ജാസ്മിൻ്റെ ഭാഗത്തു നിന്നൊരു മാറ്റം ഉണ്ടാകുന്നു. എന്തായാലും ഗബ്രി ആയിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ ജാസ്മിൻ പറയണൊരു കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ കണ്ണ് അങ്ങനെ കാണും എന്നുള്ള രീതിയിലൊക്കെയാണ് ഗബ്രി പറയുന്നത് കേട്ടത്. എൻ്റെ പൊന്നു ഗബ്രി, എൻ്റെ പൊന്നു ജാസ്മിൻ, എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട് ഇനി എന്ത് പറയണം. വാപ്പ വിളിച്ച് പറഞ്ഞിട്ട് അതിന് പുല്ല് വില കൽപ്പിച്ചിട്ട് അതങ്ങ് വിട്ട്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ സീക്രട്ട് ഏജൻറ്റിനെ ഇട്ടിട്ടൊന്ന് കൊത്തി. ഇനി സീക്രട്ട് ഏജൻറ്റ് ഒന്നും പറയാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ കാണുന്നതൊക്കെയാണ്, ഈ ഫോട്ടോസൊക്കെ വെക്കാൻ കാരണം തന്നെ മെയിനായിട്ട് നിങ്ങളിതൊക്കെ പുറത്തിറങ്ങിയിട്ടൊന്ന് കാണാം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സാധാരണമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണോ? ഇത് കാണുന്ന സമയത്താണെങ്കിലും ഷോ ഓഫ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഷോ ഓഫാണ് ഈ കാണിക്കുന്നത്. അത്രയ്ക്ക് ഷോ ഓഫ്, ഒന്നും പറയാനില്ല എന്ന് പറയത്തില്ല. അത്രയ്ക്കും വലിയ ഷോ ഓഫാണ് ഈ എന്താ പറയുക, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇതെന്തുവാ ഇവിടെ നടക്കുന്നേ എന്നുള്ള രീതിയിലാണ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നീ കാണിച്ചത് തന്നെയാണ് നമ്മളൊക്കെ കണ്ടതും തിരിച്ചെല്ലാവരും റിയാക്ട് ചെയ്തതും. അല്ലാതെ അവിടെ കാണിക്കാത്ത കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. എന്താണ് ജാസ്മിൻ, എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹൈജീൻ്റെ കാര്യം പലരും എടുത്ത് പറഞ്ഞ സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാതെ അവരെ എന്താ പറയുക കൊഞ്ഞനം കുത്തുന്ന രീതിയിലും അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുമാണ് ജാസ്മിൻ അവിടെ ഒരുമാതിരി ഇരുത്തവും നിനക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അഭിഷേകൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. ഉളുപ്പില്ല ജാസ്മിൻ എന്ന് മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അഭിഷേക്. അത് കറക്റ്റായിട്ട് തന്നെ. അത് മാത്രമല്ല പലരും വന്നിട്ട് എന്താ പറയുക ഹൈജീൻ്റെ കാര്യം അടക്കം പറഞ്ഞപ്പോഴും എൻ്റെ പൊന്നോ, ഇത്രയും കേട്ടിട്ടും ആ ഒരു തൊലിക്കെട്ടി നമ്മൾ സമ്മതിക്കണം കേട്ടോ. കാരണം ആത്മാതിരി തൊലിക്കെട്ടി എന്നാണ് അത്. ആ പുറത്തുനിന്ന് വന്നവരാണ് ഈ പറയുന്നത് എന്നുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതെ അവരെ ഒരുമാതിരി കൊഞ്ഞനം കുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ അപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത്. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ, എനിക്കതൊന്നും പുല്ല് വില എന്നുള്ള രീതിയിലാണ് അപ്പോൾ പോലും ജാസ്മിൻ അവിടെ ഇരുന്നത്. ഇതാണ് പറയുന്നത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജാസ്മിനെ വലിച്ച് കീറാനുള്ള ആൾക്കാരാണ് വന്നേക്കുന്നത്. അഭിഷേക് ശ്രീകുമാറിൻ്റെ ഒക്കെ കൈ കിട്ടി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ വലിച്ചു കീറാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.